ബബിള് പൊട്ടല്ല, ഇങ്ങനെ ആക്കുമ്പോ ചെവിയിൽ അടഞ്ഞു പോകും. ഇപ്പോൾ ഞങ്ങൾ 3 കാറുകളാണ്. എത്രാമത്തെ ഹെയർ പിൻ എന്ന് പറ? 13 14 ആണ് ഇപ്പൊ നമ്മൾ കയറിയ ഹെയർ പിന്ന്. ഇപ്പോൾ നമ്മള് ഈ വണ്ടി നേരെ ഒന്ന് പറഞ്ഞു തരണില്ല എന്റെ അനിയത്തി. ഇപ്പൊ നമ്മള് 13ാമത്തെ ഹെയർ പിന്നാണ്. മൊത്തം 22 മൊത്തം 22 ഹെയർ പിന്ന് കയറിയാൽ നമുക്ക് പൊന്മുടിയിലെത്താം. നമ്മൾ പൊന്മുടിയിലെത്തിയിരിക്കുകയാണ്. പാറകളും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ സ്ഥലം. പൊന്മുടിയുടെ ലോങ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. മാത്രമല്ല ഞങ്ങളൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഈ നീണ്ടു നിൽക്കുന്ന ഈ പുൽച്ചെടിയില്ലേ, ഇതിൻ്റെ ഇലയിൽ വലിച്ചു പിടിച്ചാൽ കൈമുറിയും. ജോയലിനും ജുവലിനും കറങ്ങാൻ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ജോയൽ. ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജോയൽ എവിടെ നിന്നില്ലാതെ ഓടി വരും. എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, എങ്ങനെ പോകുന്നു, പിന്നെ ആ പോകുന്ന ദിവസം വരെ ഒരു സമാധാനവും ഞങ്ങൾക്ക് അവൻ തരില്ല. അതുകൊണ്ട് ഈ പൊന്മുടിയും നെയ്യാർ ഡാമും വണ്ടി കയറിയതിന് ശേഷമാണ് ഞങ്ങൾ 2 പേരോടും പറഞ്ഞത്. അതുവരെ ഞങ്ങൾ പറഞ്ഞത് ഒരിടം വരെ പോകുന്നു എന്ന് മാത്രമേ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. പൊന്മുടിയിലെത്തിയതും 2 പേരും കളിച്ചും ചിരിച്ചും ഒക്കെ അങ്ങ് അടിച്ചു പൊളിക്കുവാണ്. വീട്ടിലായിരിക്കണം എപ്പോഴും 2ഉം കൂടി അടി നടക്കുമായിരുന്നെന്നറിയാമോ? എവിടെയെങ്കിലും പോയാൽ ഇത്രയും നല്ല സ്നേഹമുള്ള സഹോദരങ്ങൾ വേറെ ഉണ്ടാവില്ല. പൊന്മുടിയിൽ വെച്ച് പിന്നെ ഞങ്ങൾ ഫോട്ടോസും ഷോർട്സും ഒക്കെ ഇടാൻ വേണ്ടി മക്കളുടെ വീഡിയോസൊക്കെ എടുത്തു. അതിനിടയിൽ നല്ല മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, ചെറിയ മിന്നലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി, നല്ല കോടമഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഇങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നെങ്കിലും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ബാക്കിൽ കണ്ടോ, നല്ല കോടമഞ്ഞാണ്. ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. മഴ തുറന്നപ്പോൾ വീണ്ടും ആൾക്കാരൊക്കെ അങ്ങ് മലയുടെ മേളിലും പാറയിൽ നാക്കുടക്കി പോയതാ. പാറയുടെ മേളിലും മലയുടെ മേളിലും ഒക്കെ ആളുകൾ കയറി തുടങ്ങുന്നുണ്ട്. 2 പേടിത്തൊണ്ടൻ പിള്ളേരെ കാണിച്ചു തരാം. ഇതാ ഇവർ 2, ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഇതാ ഇരിപ്പുണ്ട്. മഞ്ഞും മഴയും പേടിയുള്ള കുട്ടികൾ. ജോയൽ ജന്മ.